കാട്ടാന ശല്യത്തിനെതിരെ പ്രതിരോധ നടപടികൾ ആവശ്യപ്പെട്ട് ചാത്തമറ്റത്തുകാർ പ്രതിഷേധം സംഘടിപ്പിച്ചു. വനം വകുപ്പ് ഓഫീസിന് മുൻപിൽ നടത്തിയ പന്തം കൊളുത്തി പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ചാത്തമറ്റത്ത് കാട്ടാന ശല്യം അതിരൂക്ഷമായിരിക്കുകയാണ്. പുരയിടങ്ങളിലും കൃഷിയിടങ്ങളിലും റോഡിലുമെല്ലാം ആനകൾ നിത്യസന്ദർശകരാണ്. ആനശല്യത്തിൽ നിന്നുള്ള സംരക്ഷണത്തിന് നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടാണ് നാട്ടുകാർ ചാത്തമറ്റത്തെ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിന് മുന്നിൽ സമരം സംഘടിപ്പിച്ചത്. പന്തം കൊളുത്തി പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. പ്രതിഷേധ പ്രകടനത്തിന് ഗ്രാമപഞ്ചായത്ത് അംഗം റെജി സാൻഡി, ലിസി കുരുവിള, റാജി വിജയൻ, റോബിൻ എബ്രഹാം, മെജോ ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വനത്തിലെ അടിക്കാടുകൾ വെട്ടിമാറ്റി ആനയുടെ സാമീപ്യം മനസ്സിലാക്കാനുള്ള അവസരം സൃഷ്ടിക്കുക, സോളാർ വഴിവിളക്കുകൾ സ്ഥാപിക്കുക, വനാതിർത്തിയിൽ ഫെൻസിംഗ് സ്ഥാപിക്കുക, ആനകളെ ഉൾവനത്തിലേക്ക് തുരത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. കർഷകരായ ഞങ്ങളും സർവ്വജാതി സംഘടനകളും കൂടി ഒരു പന്തം കൊളുത്തി പ്രകടനം ഇന്നലെ ഇവിടെ നടത്തുകയുണ്ടായി. ആയതിലേക്ക് ഏകദേശം 100ഓളം ആളുകളുണ്ടായിരുന്നു. ഫോറസ്റ്റുകാരുടെ അടുത്ത് ഞങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ എന്ന് പറയുന്നത് റോഡ് സൈഡിലെ അടിക്കാടുകൾ വെട്ടി ആന നിൽക്കുന്ന കാണാനൊരു സൗകര്യം ഉണ്ടാക്കി തരിക, ലൈറ്റുകൾ സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ച് വെട്ടം വരുത്തുക, പിന്നീട് കാട്ടുമൃഗങ്ങളായ ആനയെ ദൂരവനങ്ങളിലേക്ക് ഉൾവനത്തിലേക്ക് ഓടിച്ചിടുക എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ചെയ്തത്. ഉള്ളരിങ്ങാട് വനത്തിൽ കടന്നു കയറിയിട്ടുള്ള ആനകളാണ് ചാത്തമറ്റത്തുകാർക്കും ഭീഷണിയായി മാറിയിട്ടുള്ളത്. 4 വർഷമായി ഈ പ്രശ്നം തുടങ്ങിയിട്ടെന്ന് നാട്ടുകാർ പറയുന്നു. ആനകൾ മാത്രമല്ല, കുരങ്ങും കാട്ടുപന്നിയുമെല്ലാം കൃഷിക്കും ജനവാസത്തിനുമെല്ലാം വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. 4 വർഷത്തോളമായിട്ട് കാട്ടാന, കാട്ടുപന്നി, കുരങ്ങ് എന്ന വന്യജീവികൾ ആക്രമിക്കുകയും കൃഷികൾ നശിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഒരു രാത്രിയായാലും ഒരു രോഗിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ ഒരു അടുത്ത വീട്ടിലൊരു ആവശ്യം ചെല്ലാനോ ഞങ്ങൾക്ക് കഴിയാത്ത സാഹചര്യമാണ്. നമ്മുടെ കൃഷികൾ അത്യാവശ്യം തേങ്ങകളും കുരങ്ങ് നശിപ്പിക്കുന്നു, തെങ്ങ് ആന കളയുന്നു, പന്നി കൃഷിയുടെ കാര്യങ്ങൾ നശിപ്പിക്കുന്നു. GTV ന്യൂസ്, ചാത്തമറ്റം.